ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇനി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരവുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അത് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനി അതുകൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൗഡറും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സാക്കി എടുത്തത് ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ബോളുകളാക്കി നമുക്കിത് മാറ്റിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേന് അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു കളറിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ 1 കപ്പ് അരിപ്പൊടി, നമ്മുടെ ഇടിയപ്പത്തിൻ്റെയും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്, അത് 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം നമുക്ക്. എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഇത് നമുക്ക് കയ്യിലോട്ടൊന്ന് റൗണ്ടിന് ആക്കി കൊടുക്കാം. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് പരത്തിയെടുക്കാവേ. ഒരു ബോൾസ് പോലെ ഇങ്ങനെ പരത്തിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന പയറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കൂടെ വെച്ച് കൊടുക്കാം. അതും കൂടെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഒരു ബോൾ പോലെ ആക്കിയെടുക്കാം നമുക്ക്. ഇങ്ങനെ ആക്കിയെടുത്തിട്ട് നമ്മളിത് ഇഡ്ഡലി പാത്രത്തിലാണ് വേവിക്കുന്നത്. അത് ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. എല്ലാ എണ്ണവും നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇല്ലെങ്കിൽ ഇത് നമുക്ക് കുറച്ച് ഡോ എടുത്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ പരത്തും പോലെ പരത്തിയിട്ട് അതിൽ ഈ ബോൾസ് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താലും മതി. ഇതാകുമ്പോൾ കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തി വെക്കുമ്പോൾ നല്ല എളുപ്പമാണല്ലോ. അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ എണ്ണയൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള അരിപ്പൊടിയിൽ വെച്ചിട്ട് നല്ലൊരു സ്നാക്കായിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മുടെ സുഖേനായിട്ട് നമ്മുടെ മോദകമൊക്കെ ഇല്ല, അതുപോലെയാണ് ആവിയിൽ വേവിച്ചെടുത്ത നമ്മുടെ മോദകം. ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവിയിലൊരു 7-8 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് തികച്ച് വേണ്ട, അപ്പോഴത്തേന് നന്നായിട്ട് വെന്ത് കിട്ടും. ഞാൻ ഇവിടെ ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവിയിൽ വേവിച്ച നമ്മുടെ സുഖിയൻ നല്ല സൂപ്പർ ഒരു പലഹാരമാണ്. അപ്പോൾ ഇത് സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക് യു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.